ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള വാഹനം പോലും ട്യൂണിംഗ് ചെയ്യുക വഴി ഒരു പീസ് ഓഫ് ആർട്ട് ആയി മാറുമെന്ന് നിങ്ങൾക്കറിയാമോ? കൂടിയ എഞ്ചിൻ പവർ, പെർഫോമൻസ്, എസ്തെറ്റിക്സ് എന്നിവയെല്ലാം ലഭിക്കുമെങ്കിലും കാർ ട്യൂണിങ്ങിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് കൂടിയുണ്ട് കേട്ടോ. ട്യൂണിംഗ് ചെയ്യേണ്ടതിനു മുൻപേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ട്യൂണിംഗ് എന്നാൽ ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു എസ്യുവി ഓണർക്ക് ട്യൂണിംഗ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വാഹനത്തിന് നല്ല ട്രാക്ഷൻ, എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും വാഹനത്തെ വലിച്ചു കയറ്റണം എന്നൊക്കെയായിരിക്കും. മറ്റു ചിലർക്കാകട്ടെ വാഹനത്തിന്റെ ലുക്കായിരിക്കും. ഏത് വാഹനം വേണമെങ്കിലും ട്യൂൺ ചെയ്യാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും അതിന് ചെലവാകുന്ന കോസ്റ്റും മാത്രമേ നിങ്ങളെ ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്നും തടയുകയുള്ളൂ. അഡ്വാൻറ്റേജസ് ഓഫ് വെഹിക്കിൾ ട്യൂണിംഗ്. യുവർ കാർ വിൽ സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ക്രൗഡ്. ട്യൂണിംഗ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തെ ഇതുവരെ മറ്റാരും കാണാത്ത ഒരു ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വാഹനം കുറച്ചുകൂടി അഗ്രസീവ് അല്ലെങ്കിൽ സ്പോർട്ടിയായി നിങ്ങളുടെ ഇഷ്ടത്തിന് രൂപമാറ്റം ചെയ്യാം. ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആൻഡ് പവർ. നിങ്ങളുടെ വാഹനത്തിന് പവർ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എഞ്ചിൻ ട്യൂൺ ചെയ്ത് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാം. എഞ്ചിൻ ട്യൂണിംഗ് ചെയ്യാൻ ഏറ്റവും കോമൺ ആയി കണ്ടുവരുന്ന ഒരു മാർഗമാണ് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് അഥവാ ECU റീപ്രോഗ്രാമിംഗ്. റേസ് കാർസ് റിക്വയർസ് ട്യൂണിംഗ്. ബോഡി ട്യൂണിംഗ് ചെയ്യുക വഴി എയറോഡൈനാമിക്സ്, പെർഫോമൻസ്, സ്റ്റെബിലിറ്റി തുടങ്ങിയവ ഇൻക്രീസ് ആകുമെന്നതിനാൽ റേസിംഗ് കാറുകൾക്ക് ട്യൂണിംഗ് എന്തായാലും ചെയ്തിരിക്കണം. ഒപ്റ്റിമൈസ്ഡ് ഫ്യൂൽ കൺസംപ്ഷൻ. എഞ്ചിൻ പവർ കൂടുമ്പോൾ ഫ്യൂൽ കൺസംപ്ഷനും കൂടും. എന്നാൽ ഫ്യൂൽ കൺസംപ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാനും ട്യൂണിംഗ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജസ്. ട്യൂണിംഗ് ക്യാൻ അഫക്ട് വാറണ്ടി. എഞ്ചിനെ ട്യൂണിംഗ് ചെയ്തു കഴിഞ്ഞാൽ മാനുഫാക്ചറേഴ്സ് വാറണ്ടി പിന്നെ ലഭിക്കുകയില്ല. പഴയ വാഹനങ്ങൾക്ക് വാറണ്ടി കാലാവധി കഴിഞ്ഞതിനാൽ ഈ പ്രശ്നമില്ല കേട്ടോ. ECU റീമാപ്പിംഗ് മേ ഷോർട്ടൻ യുവർ എഞ്ചിൻസ് ലൈഫ്. എഞ്ചിൻ പവർ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ കോമ്പോണൻസിലും നിങ്ങൾ എക്സ്ട്രാ ലോഡ് അപ്ലൈ ചെയ്യുകയാണ്. ഇതുവഴി അവയുടെ തേയ്മാനം കൂടും. സോ ഇത് എഞ്ചിൻ ലൈഫ് കുറയാൻ കാരണമാകും. ഡിഫിക്കൽട്ടി ഇൻ സെല്ലിംഗ് യുവർ കാർ. വാഹനം ട്യൂൺ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണമായതിനാൽ ഇത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വാഹനം വിൽക്കേണ്ടതായിട്ട് വന്നാൽ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ താമസം നേരിട്ടേക്കാം. ഇനി പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ബോഡി ട്യൂൺ ചെയ്ത വാഹനം കൊണ്ട് MBDയെ പേടിച്ച് പുറത്തിറക്കി ഓടിക്കാൻ സാധിക്കുകയില്ല. എങ്കിലും AIS 163 സ്റ്റാൻഡേർഡ് നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ആരെയും പേടിക്കാതെ വാഹനം നിരത്തിലിറക്കാം. സോ വാഹനം ട്യൂൺ ചെയ്യുക എന്നുള്ളത് രസമുള്ള ഒരു പരിപാടിയാണ്. നിങ്ങളുടെ വാഹനത്തിന് ഒരൽപ്പം പവർ കൂട്ടണോ? എഞ്ചിൻ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണോ? സ്പെഷ്യൽ ലുക്കുള്ള വാഹനം വേണോ? ഗോ ഫോർ ഇറ്റ്. പക്ഷേ ഇതൊരൽപ്പം ചെലവേറിയ ഹോബിയാണെന്ന് കൂടി ഓർക്കണം.